ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ആദ്യമായിട്ട് ആമി സ്റ്റേജിൽ സോളോ പെർഫോമൻസ് നടത്തുകയാണ്. ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അവൾ ഒറ്റയ്ക്ക്. പക്ഷേ ഇത് ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ സ്കൂളിലെ പെർഫോമൻസ് ഒന്നും അല്ലാണ്ട് പുറത്തൊരു സ്റ്റേജിൽ ആദ്യമായിട്ട് അവൾ പെർഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ആൾ നിൽക്കുകയാണ്. പ്രണവാലയാണ് കളിക്കുന്നത്. ഞാൻ ഇന്നലെയും ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം എങ്ങനെയായിരുന്നു, അതെങ്ങനെ കളിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വ്ളോഗാണ്. ആദ്യം ഇങ്ങനെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ആ നാട്ടിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ കയറി പെർഫോം ചെയ്യാമെന്നിങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പേര് കൊടുത്തതാണ്. സാധാരണ നമ്മളൊരു ട്രൂപ്പിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളതായിട്ടില്ല. ട്രൂപ്പിൽ നിന്നൊക്കെ ഇറങ്ങണമെങ്കിൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ആദ്യം എന്തെങ്കിലും അടിച്ചുപൊളി പാട്ട് ചെയ്യിപ്പിക്കാം എന്നാണ്. അപ്പോൾ സ്ഥിരം അവൾ കളിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഡാൻസുകൾ എടുത്ത് വെച്ചിട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ പാട്ട് വെച്ചിട്ട് സായി പല്ലവിയുടെ ഡാൻസ് കണ്ടിട്ട് വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഞാൻ തീരുമാനം എടുത്തതാണ് ഈ ഡാൻസ് കളിക്കാം, നല്ല ഭംഗിയല്ലേ അമ്പലത്തിലാകുമ്പോൾ, ആ ഒരു ഗെറ്റപ്പിലൊക്കെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഡാൻസ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അറിയാവുന്ന നാട്ടടവും ഒക്കെ വെച്ചിട്ട് സ്റ്റെപ്സ് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവൾ നന്നായിട്ട് അത് ചെയ്തു കേട്ടോ. എനിക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ തെറ്റാതെ നന്നായിട്ട് അവൾ കളിച്ചു. പേടിയൊന്നും ഇല്ലാണ്ട് ചിരിച്ച് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇരുന്നിട്ട് കാണുവാണ്. ഫ്രണ്ട് സീറ്റിൽ തന്നെ എനിക്ക് ഇരിക്കണം. ഞാൻ എങ്ങനെയോ നേരത്തെ കുഞ്ഞിയൊക്കെ പറഞ്ഞു വിട്ട ഒരു സീറ്റൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട് എനിക്ക്. കാരണം അവൾ പെർഫോം ചെയ്യുമ്പോൾ അവൾ എന്നെ കാണണം. അപ്പോൾ അവൾക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത് അവൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതേ കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഓടി വരുന്ന കേട്ടോ. ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാനൊന്നും തെറ്റിച്ചില്ല അമ്മ എന്ന് വന്ന് പറയുക. അതാണ് കുറേ അടിയും പിടിയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാൻസ് പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുഴപ്പവും പറ്റിയില്ല അമ്മ എന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ പെർഫോമേഴ്സിന് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് വരുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോയ് ഒക്കെ മേടിച്ചു കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ എന്ത് ചോദിച്ചാലും മേടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ആൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി ഞാൻ ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ തരില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുമായിരുന്നു. കാരണം ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അവൾ പറയാം, അമ്മ എനിക്ക് എന്ത് വന്നാലും ഞാൻ കളിക്കും അമ്മ എന്ന് പറയും. അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വയ്യായിക വന്നാൽ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കാറില്ല, ചെയ്യും എന്ന് തന്നെ പറയും. ഇത് എൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവൾ കറക്റ്റ് ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹാങ് ഓവർ മാറാതെ റോഡ് നീളെ കളിച്ചാണ് വീട്ടിലെത്തിയിട്ട് ഇതാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമ്മൾ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും പാടാണ് നമ്മളിതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ. ഒന്നും നല്ല ക്ഷമ വേണം. കാരണം ആദ്യം നമ്മൾ ഇതൊന്ന് ഊരി വീഴാതിരിക്കാൻ കുറേ സ്ലൈഡും ഒക്കെ നമ്മൾ കുത്തി വെക്കും എല്ലായിടത്തും. അത് വന്നിട്ട് നമ്മൾ ഈ റിമൂവ് ചെയ്യാനാണ് ഏറ്റവും പാട്. എന്തായാലും ആ ഒരു സംഭവം കയ്യിൽ കിട്ടിയതുകൊണ്ട് അത് വരച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഇരുന്ന് തന്നു. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടന്ന് വിളിക്കും. തലയിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിളിയാണ്. ഇതെന്തായാലും ഒന്ന് ഇരുന്ന് തന്നു. ഇത്രയും നാളെ എൻ്റെ പ്രോഗ്രാമൊക്കെ പോയിട്ട് വരുന്ന ഒരു സീനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ മോളെ ഞാൻ ഓരോ പ്രോഗ്രാമിന് വേണ്ടി ഇറക്കി തുടങ്ങി. അപ്പോൾ അത് എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ. പണ്ട് എന്നെ അമ്മ കൊണ്ട് നടന്നതുപോലെ ഞാനിപ്പോൾ അവളെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അതെനിക്ക് നിങ്ങളോടും കൂടി പറയണം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.